കായീനുണ്ടായി രണ്ടു മക്കൾ. ഒന്നാമൻ ഏസാവും രണ്ടാമൻ യാക്കോബും. പുണ്യവാനിസഹാക്കിനുണ്ടായി രണ്ടു മക്കൾ. ഔസേപ്പേ, കല്യാണ നിശ്ചയത്തിന്റെ ഒരുക്കമൊക്കെ എവിടെ വരായി? ഏകദേശം തീരാറായി വരുന്നു. പറഞ്ഞ ദിവസം ഇങ്ങ് അടുത്തല്ലോ. അതെ, ജോസഫ് കാത്തിരുന്ന അവന്റെ മാലാക കോച്ചിങ് എത്താറായി. ജോസഫേ, എന്താടാ ഒന്നും മിണ്ടാത്തെ? അവൻ അവന്റെ പെണ്ണിനെ പറ്റി ഓർത്താവും അല്ലടാ. ജോസഫും മറിയവും കേൾക്കാൻ തന്നെ നല്ല ചേർച്ചയുണ്ട്. മറിയം എന്നാ നല്ല കൊച്ചാവള്, നല്ല അടക്കവും ഒതുക്കവും ദൈവവിശ്വാസവും. അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ. പള്ളിയിൽ വളർന്ന കൊച്ചല്ലേ അവൾ. നിന്റെ ഭാഗ്യമായ ഔസേപ്പേ അവൾ. മറിയം അവളൊരു മാലാഖയായിരുന്നു, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മാലാഖ, ജോസഫിന്റെ സ്വന്തമാകാൻ ദൈവം കരുതി വെച്ച മാലാഖ. മറിയം, ആരാണ് എന്നെ വിളിച്ചത്? മറിയം, ഞാനാണ് നിന്നെ വിളിച്ചത്. ഇതാ ഇവിടേക്ക് നോക്കൂ. ആരാണ് നീ? നിനക്കെന്നെ മനസ്സിലായില്ലേ മറിയം? ദേവാലയത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ദൈവദൂതന്റെ ശില്പം പോലെ വലിയ ചിറകുകൾ, ചുറ്റും പ്രകാശം. അതെ, ദൈവസന്നിധിയിലെ ഗബ്രിയേലാണ്. ദൈവമായ കർത്താവ് എന്നെ നിന്റെ പക്കലേക്ക് അയച്ചു. അങ്ങയെ എന്റെ പക്കലേക്ക് അയച്ചുവെന്നോ? ദൈവകൃപ നിറഞ്ഞവരെ, കർത്താവ് നിന്നോട്. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് ഈശോ എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാര് വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ.
മാലാകചാരി അണഞ്ഞ നേരം മറുവാക്കു ചൊല്ലിടാതെ നൽകി നീ നിൻ യൗവനം ഭൂലോകനാഥന്റെ അമ്മയാകാൻ. ഔസേപ്പേ, നീ എന്നാ തീരുമാനിച്ചു? നിന്റെ നല്ലതിനു വേണ്ടിയാ ഞങ്ങൾ ഈ പറയുന്നത്. എന്തൊക്കെയായിരുന്നു അടക്കോ ഒതുക്കോ ദൈവവിശ്വാസവും പൂപോലുള്ള കൊച്ചും പള്ളി വളർന്നതാ. ഇപ്പൊ എന്നായി? ഞാൻ അതാ അന്നേ ഒന്നും പറയാന്. ആരും കണ്ണടച്ചങ്ങ് വിശ്വസിക്കല്ലെന്നേ. ഇപ്പൊ അറിഞ്ഞത് നിന്റെ ഭാഗ്യം. കെട്ടുകഴിഞ്ഞായിരുന്നല്ലോ. എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാനൊക്കുന്നില്ല. ആ കൊച്ചിന് ഇതെന്നാ പറ്റിയോ? ഔസേപ്പേ, നീ എന്നതാ ഈ ആലോചിച്ച് കൂട്ടുന്നത്? എത്രയും വേഗം അവളെ ഉപേക്ഷിക്കാൻ നോക്കും. അതാ നിനക്ക് നിന്റെ വീട്ടുകാർക്ക് നല്ലത്. അതെ, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? ആര് പറയുന്നതാ ഞാൻ കേൾക്കേണ്ടത്? മറിയം, അവൾക്ക് എന്താ പറ്റിയേ? എന്നെ വഞ്ചിക്കാൻ അവൾക്ക് കഴിയൂ? അവളെ ഞാൻ ഇനി എങ്ങനെ സ്വീകരിക്കും? പക്ഷേ ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ എല്ലാവരുടെയും മുമ്പിൽ അവൾ വല്ലാണ്ട് സ്നേഹിച്ചു പോയി തമ്പുരാനെ ഞാൻ അവളെ. പക്ഷെ ഞാൻ അവളെ സ്വീകരിച്ച മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ ഞാൻ അഭിമാനത്തോടെ ജീവിക്കും? രഹസ്യമായി അവളെ ഉപേക്ഷിച്ചാലോ? ദൈവമേ, ഒരു വഴി കാണിച്ചു തരണേ. ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് ഈശോ എന്ന് പേര് വിളിക്കും. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മറിയം, തമ്പുരാനെ, എനിക്ക് അവളെ കാണണം. നിന്റെ ഇഷ്ടം അത് മതി എനിക്കും. അവളെ ഞാൻ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. മറിയം, നീ കരയുമാണ്. എന്തിനാ നീ വിഷമിക്കുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എനിക്കറിയില്ല. നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. ആരെന്ത് പറഞ്ഞാലും നിന്നെ ഞാൻ തനിച്ചാക്കില്ല. ദൈവം തിരഞ്ഞെടുത്ത നിന്നെ എനിക്ക് സ്വന്തമായി ലഭിക്കുന്നത് എന്റെ ഭാഗ്യമാണ്. സ്നേഹമാ
അച്ഛനെന്നും തച്ചനെന്നും. എനിക്കൊട്ടും പറ്റുന്നില്ല, വല്ലാത്ത ക്ഷീണം. ഞാനിവിടെ വീണു പോകും. നിനക്കൊന്നും പറ്റില്ല, ഞാനില്ലേ കൂടെ. ഇനി കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ. എന്നാലും നമ്മൾ എത്ര എടുത്ത് കയറി ഇറങ്ങി, എങ്ങും നമുക്ക് ഇടം കിട്ടിയില്ലല്ലോ. മറിയം, നീ വിഷമിക്കാതെ. ദൈവം നമുക്ക് വേണ്ടി ഒരിടം കരുതി വെച്ചിട്ടുണ്ടാവും. ദാ അവിടെ ഒരു വെളിച്ചം കാണുന്നു. അതൊരു സത്രമാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. ആരാ? എന്താണ് ആവശ്യം? ഞങ്ങൾക്ക് ഒന്ന് വിശ്രമിക്കാനൊരിടം. ക്ഷമിക്കണം, സത്രത്തിൽ മുറികൾ ഒഴിവില്ല. കവാടം അടച്ചില്ല എന്നേ ഉള്ളൂ. എന്നെ കൊണ്ട് ഇനി ഒട്ടും പറ്റില്ല. മറിയം, നീ വിഷമിക്കാതെ. ഒന്ന് നിന്നേ. പറയുന്നത് ശരിയാണോ എന്നെനിക്കറിയില്ല. എങ്കിലും നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ പറയാതിരിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ സത്രത്തിന്റെ അല്പം മാറി ഒരു കാലിത്തൊഴുത്തുണ്ട്. തൽക്കാലത്തേക്ക് അവിടെ വിശ്രമിക്കാം. വലിയ ഉപകാരം. മറിയം, നമുക്ക് അവിടേക്ക് പോകാം. ഇന്ന് വരെ തോന്നാത്തൊരു സന്തോഷം. എന്തോ നല്ലത് നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. അതെ, എനിക്കും തോന്നുന്നു ഈ രാത്രി സന്തോഷത്തിന്റെ സദ്വാർത്ത പകരുമെന്ന്. രാജാക്കന്മാരെ, അവിടേക്ക് നോക്കൂ. രക്ഷകന് മുന്നോടിയായി ആകാശത്ത് തെളിയുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞ നക്ഷത്രം ഇതാ വിചരിക്കുന്നു. നക്ഷത്രമോ? എവിടെ എവിടെ? എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല. രക്ഷകൻ, ഈ ലോക ജനതയ്ക്കായുള്ള രക്ഷകൻ ജനിക്കുന്നു. ഈ നക്ഷത്രം നമുക്ക് വഴികാട്ടും. നമുക്ക് ഈ നക്ഷത്രം നോക്കി രക്ഷകനെ തേടിപ്പോകാം. ഈ ലോകരക്ഷകനെ കാണാനുള്ള ഭാഗ്യം ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നു. എല്ലാവരും എഴുന്നേൽക്ക്. ഒരു പാട്ട് കേൾക്കുന്നു. എവിടെ നിന്നാണ് ഈ പാട്ട് കേൾക്കുന്നത്? വാ, നമുക്ക് നോക്കാം. ഭയപ്പെടേണ്ട. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ മിശിഹ, ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾ അറിയാം. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് മുറ്റത്തേക്കെടുത്തിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അതെ, സ്വർഗം താണിറങ്ങി.
മാതാവിൻ്റെ മടിയിലുറങ്ങി. മണ്ണും വിണ്ണും ഒന്നായി. ലോകരക്ഷകൻ പാരിന് സ്വന്തമായി. സ്വർഗം താണിറങ്ങി, മാതാവിൻ മടിയിലുറങ്ങി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. സ്വർഗം താണിറങ്ങി, മാതാവിൻ മടിയിലുറങ്ങി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. മഞ്ഞു പെയ്യും നനുത്തരാവിൽ രാരിരം പാടി മാലാഖമാർ. മഞ്ഞു പെയ്യും നനുത്തരാവിൽ രാരിരം പാടി മാലാഖമാർ. ഉറങ്ങരുതേ ഇടയന്മാരെ, സന്മനസ്സുള്ളവർക്കായിതാ പാരിൻ രക്ഷകൻ ദേവസുതൻ പുൽക്കൂട്ടിൽ മയങ്ങുന്നു. സ്വർഗം താണിറങ്ങി, മാതാവിൻ മടിയിലുറങ്ങി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. സ്നേഹദീപം
ക്രിസ്മസ്. ആഘോഷം താളം തുള്ളും കാലം വന്നേ മെറി ക്രിസ്മസ്. ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും, മിഴിയാകെ പുതുവർണ്ണം. ഇനി ആടാം പാടാം സന്തോഷത്തിൻ നീളം എന്നാണ്. മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ. ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും, മിഴിയാകെ പുതുവർണ്ണം. ഇനി ആടാം പാടാം സന്തോഷത്തിൻ നീളം എന്നാളും. മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ. ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. Christmas, Christmas, Merry Christmas. പൊണ്ണത്താലേ മീൻസ് Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി പൊണ്ണത്താലേ വീണ്ടും വന്നിടുന്നു. ഗ്ലോറിയ ഗീതകം പാടി സ്തുതിച്ചിടാം, വാനവരോടൊപ്പം നൃത്തം ചെയ്യാം. രക്ഷകൻ ഈശനെ കണ്ടു വണങ്ങിടാം, എങ്ങും ആഘോഷമായി. ക്രിസ്മസ് മൊഴികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ ആനന്ദം പൊണ്ണത്താലേ. ക്രിസ്മസ് മൊഴികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ ആനന്ദം പൊണ്ണത്താലേ. ക്രിസ്മസ് ക്രിസ്മസ് മെറി ക്രിസ്മസ്. പൊണ്ണത്താലേ മീൻസ് മെറി ക്രിസ്മസ്. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി പൊണ്ണത്താലേ